ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് പറ്റി രമണ ഈ റെസ്റ്റോറന്റ് തുടങ്ങിയതിന് ശേഷം. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഒരു സാധാരണ കുടുംബത്തിന്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ, ഇങ്ങനെ തീർന്നത് നന്നായി. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചെലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഒരിക്കലും ഇത് തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. ദൈവമേ, ഏറ്റ് കാണണേ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യില്ല എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ തള്ളിയുന്നേ. പറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ലേ ഇല്ല. ദേ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതേ. ഈ കിട്ടാത്ത നടക്കാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക, കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുക, റിഗ്രറ്റ് ചെയ്യുക, വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പിന്നെ ആങ്ഷ്യസ് ആവുക. എന്ത് പ്രയോജനം? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പ്രസന്റിൽ ജീവിക്കുന്ന ആളാണോ മൃണാൾ? എപ്പോഴും അങ്ങനെ അതിൽ മാത്രമേ ജീവിക്കാൻ താല്പര്യമുള്ളൂ. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? ആ മൃണാലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരുന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ തെറ്റുകാരൻ, എന്റെ തെറ്റ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഓക്കെ, എന്നാ ശരി, ഇനി മൂന്നാം പക്കം കാണാം.